പ്രിയമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധമായ സഫർ മാസം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. സഫറിന്റെ അവസാന ബുധൻ അത് വലിയ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്ന ബുധനാഴ്ചയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ പരിശുദ്ധമായ സഫർ മാസം നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ കോപം പിടിച്ചു വാങ്ങുന്ന, അള്ളാഹുവിന്റെ വലിയ അദാബുകൾക്ക് പാത്രീഭവിക്കുന്ന, ആ വലിയ അദാബുകൾ ഇറങ്ങുമ്പോൾ നമ്മളെ കാർന്ന് തിന്നുന്ന വിപത്തുകൾ നമ്മെ പിടിച്ചു പറ്റുന്ന 7 വിപത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചാൽ നമ്മൾ സഫറിന്റെ അവസാന ബുധൻ വലിയ അദാബുകൾ ഇറങ്ങുമ്പോൾ ഈ 7 തെറ്റുകളുള്ളവരിലേക്ക് അള്ളാന്റെ അദാബ് കടന്നു വരുമെന്നാണ്. അള്ളാഹ് കാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലൊക്കെ ഇത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ, നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ അള്ളാഹു ആണ് എല്ലാം ചെയ്യുന്നത് എന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിരിക്തമായി അല്പം മാറി ചിന്ത വന്നാൽ അവിടെ പോയി. അതുകൊണ്ട് അള്ളാനെ പങ്കു ചേർക്കാതെ റബ്ബിലേക്ക് തന്നെ തവക്കുലായി അള്ളാഹു ആണ് നമ്മുടെ സൃഷ്ടാവ് എന്ന രീതിയിൽ മുന്നോട്ട് പോകലാണ് നല്ല കാര്യം. ആ ശിർക്ക് വെക്കൽ അള്ളാഹു പൊറുക്കൂല. റബ്ബിന്റെ കോപം കിട്ടാൻ വലിയ വിപത്തുകൾ നമ്മിലേക്ക് വരാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തത് 2 നിബിധങ്ങൾ അതിനോട് ചേർത്ത് തന്നെ പറഞ്ഞത് മാതാപിതാക്കളുടെ കടമകൾ തെറ്റിക്കലാണ്. എവിടെയെല്ലാം ഖുർആനിൽ അള്ളാഹുവിനോട് ചേർത്ത് നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് പറഞ്ഞു, അതിനോടൊപ്പം റബ്ബ് പറഞ്ഞത് മാതാപിതാക്കളുടെ കാര്യമാണ്. ഇവിടെ ഈ നിബിധങ്ങൾ മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്യായമായി അക്രമങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്, ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്, ഒരാളുടെയും അവകാശത്തെ നമ്മൾ കവർന്നെടുക്കരുത്. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തത് മഹാരഥം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വ്യഭിചാരം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആണും പെണ്ണും നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. കണ്ണുകൊണ്ട് കാണൽ, കണ്ണിന്റെ വിചാരം; ചെവി കൊണ്ട് കേൾക്കൽ, ചെവിയുടെ വ്യഭിചാരം; വിരൽ കൊണ്ട് ടൈപ്പ് ചെയ്യൽ, അത് വിരലിന്റെ വിചാരം; ഹൃദയം കൊണ്ട് ചിന്തിക്കൽ, അത് ഹൃദയത്തിന്റെ വിചാരമാണ്. ഓരോ അവയവത്തിന് വിചാരമുണ്ട്. അത് 5-ാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പലിശയാണ്. അഹല്ലല്ലാഹു ബൈഅ വഹറമ റിബ, കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കി പലിശയെ നിങ്ങൾക്ക് ഹറാമുമാക്കി എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതോടൊപ്പം 6-ാമത് നിബിധങ്ങൾ പരിചയപ്പെടുത്തി കിബർ, അഹങ്കാരം നമുക്കുണ്ടാവുക. ഞാനാണ് വലുതെന്ന ചിന്ത. നിബിധങ്ങൾ പറഞ്ഞില്ലേ, മൻകാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ, അഹങ്കാരത്തിന്റെ കടുകുമണി തൂക്കം ആരുടെ കൽബിലുണ്ടോ ലാ യദ്ഖുൽ ജന്ന, അവന് സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7-ാമത്തത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കള്ളം പറയുക, വഞ്ചന കാണിക്കുക, വിശ്വാസവഞ്ചന കാണിക്കുക, ഇത് പാടില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലൊക്കെ ഇത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ, നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ.